മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ഈ പടം കണ്ടിട്ട് ഒരാഴ്ചയായി. അപ്പം അതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഓർമ്മകളൊക്കെ നമുക്കറിയാം. നമ്മൾ ഇതിനോടകം തന്നെ ഞാൻ തന്നെ ഒരു എത്ര തവണ കണ്ടെന്ന് ചോദിച്ചാൽ തന്നെ കണക്കില്ല, അത്രയും തവണ കണ്ടിട്ടുണ്ട്. എങ്കിലും ആ സിനിമ ഇറങ്ങുന്നു, റിലീസ് ചെയ്തു നോക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ആങ്ഷ്യസ് ആയിരുന്നു. ഞാനത് എന്തായാലും പോയി കാണണം, എനിക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ഒരു ഓർമ്മയുണ്ടായിരുന്നു. പണ്ട് എനിക്ക് ആദ്യമായിട്ട് ഞാൻ കണ്ട ദൂരദർശനിലാണെന്ന് തോന്നുന്നു. പിന്നീട് ഏഷ്യാനെറ്റ് മൂവീസിലും ഏഷ്യാനെറ്റിലുമായിട്ട് കുറേ തവണ കണ്ടു. ഈ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ കണ്ടു. എങ്കിലും ആ ഒരു പുതിയ സിനിമ കാണുന്ന അതേ ഒരു ലാഘവത്തോടെയാണ് ഇനി മണിച്ചിത്രത്താഴ് എന്ന സിനിമ റിലീസിനെ പോയി കണ്ടത്. അതിൽ എനിക്ക് ഭയങ്കര ഹാപ്പി. നമ്മൾ ഇത്രത്തോളം കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം, ആ സൗണ്ടിങ് ആയാലും, ആ അന്ന് ഇറങ്ങിയ സിനിമയാണെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഈ സൗണ്ടിങ് നമ്മളെ വളരെയധികം ഇതാക്കുന്നുണ്ട്. ആ തെക്കിനെയും അവിടുത്തെ കഥാപാത്രങ്ങളും എല്ലാം അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ വിട്ടുപോയ കുറേ കലാകാരന്മാരെ ബിഗ് സ്ക്രീനിൽ കാണുക, അവരുടെ ഭാവമാറ്റങ്ങൾ, ഓരോ സീൻ ബൈ സീൻ ഭാവമാറ്റങ്ങൾ വ്യക്തമായി അറിയണമെങ്കിൽ ആ ബിഗ് സ്ക്രീനിൽ തന്നെ കാണണം. ഇന്നസെൻ്റ് ഏട്ടനായാലും KPS ലളിത ചേച്ചിയുടെ ആയാലും നിമിഷങ്ങൾക്കുള്ളിൽ മാറി മറിയുന്ന ഒരു ഭാവങ്ങളുണ്ട്. ഒപ്പം നമ്മുടെ ഡോക്ടർ സണ്ണി, മോഹൻലാൽ ചെയ്തു വെച്ച ഒരു ഗംഭീര വേഷം, ആ സിനിമയ്ക്ക് പുള്ളി നൽകിയ ഒരു ഹ്യൂമർ ടച്ചും, അതൊക്കെ ഒരു അവസാനം ഒരു മാറിയൊരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് തന്നെ അടിവരയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടതായാലും നമ്മുടെ ശോഭന ചേച്ചിയുടെ പ്രകടനം, ആ കണ്ണിൻ്റെയും ഒരു നടത്തമായാലും ആ ഒരു ആറ്റിറ്റ്യൂഡായാലും നമ്മൾ ആ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചു പോകും ഇതൊക്കെയാണെന്ന്. ശരിക്കും ഈ ഒരു സിനിമ കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല. പക്ഷേ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്, ആരെങ്കിലും അങ്ങനെ കാണാത്ത ഒരാൾ ആദ്യമായിട്ടാണ് ഈ സിനിമ തിയേറ്ററിൽ കാണുന്നതെങ്കിൽ അവരുടെയൊക്കെ ഒരു ഭാഗ്യമുണ്ട്. പക്ഷെ കാണാത്തതിൽ അവർ ദുഃഖിക്കേണ്ടിയും വരും. കാരണം ഇത്തരത്തിലൊരു സിനിമ ഞാൻ കണ്ടിട്ടില്ല അതുവരെ എന്ന് പറയുന്നതിൽ ഒരിതുണ്ടെങ്കിൽ പോലും അവർക്കൊരു അവസരമാണ്. കാരണം കഴിഞ്ഞ ദേവദൂതന് പോയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ, പുള്ളി ആദ്യമായിട്ടാണ് ഈ പടം കാണുന്നത് തന്നെ. അപ്പോൾ ആൾക്ക് കിട്ടിയൊരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. പക്ഷെ നമ്മൾ ഓരോ സീൻ ബൈ സീനാണെങ്കിൽ എടുത്തു പറയേണ്ട എത്ര ഡയറക്ടർ ബ്രില്യൻസും എത്ര പറയേണ്ടതെന്ന് അറിയും. ഒരു ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ് സിനിമയിൽ. ഈ ശോഭന എന്ന നടിയുടെ അവസാനം നാഗവല്ലി എന്ന രോഗി ഗംഗയാണെന്ന് പറയുന്ന കുറേ സീനുണ്ട്. അപ്പോൾ അതിന് മുമ്പ് തന്നെ കുറേ സീനുകൾ കാണിക്കുന്നുണ്ട് നരേഷനിൽ. മോഹൻലാലിൻ്റെ നരേഷനായാലും മോഹൻലാലിൻ്റെ ഹ്യൂമർ ആയാലും കളിതമാശകളും KPS ലളിത ചേച്ചിയുടെ ഒരു നരേഷൻ ഉണ്ട്. പഴയ കഥ ഫ്ലാഷ് ബാക്ക് ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. ശോഭന ചേച്ചിയുടെ കണ്ണിലേക്ക് പോകുന്ന നമ്മൾ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിറയെ ഡീറ്റെയിലിങ്സ് ഉള്ള ഒരു മൂവിയാണ് മണിച്ചിത്രത്താഴ്. അപ്പോൾ ശരിക്കും ഒരു എപ്പിക് ക്ലാസ് തന്നെയാണ് സിനിമ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ വിട്ടുപോയതാണ്. ശരിക്കും ഒരു 1 വീക്ക് തന്നെ ആയി സിനിമ കണ്ടിട്ട്. ആ ദിവസം തന്നെ ഏകദേശം പോയി കണ്ടതായിരുന്നു. സോ ഇപ്പോഴും സിനിമ ഓടുന്നുണ്ട് തിയേറ്ററിൽ. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യരുത് ഈ ഒരു എക്സ്പീരിയൻസ്. കാരണം മുമ്പ് കണ്ടവരായിരിക്കും. പിന്നെ ഏറ്റവും വളരെ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ നല്ലൊരു ഓഡിയൻസ് ഉണ്ടെങ്കിൽ അവരിനോട് ഇരുന്ന് കാണുക, അത് ഒരു അടിപൊളി ഫീലാണ്. ശരിക്കും ഞാൻ കയറുന്ന സമയത്ത് എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു. എല്ലാവരും ഈ വീഡിയോ എടുത്ത് മോഹൻലാലിൻ്റെ ഇൻ്റർവെല്ല് നാഗവല്ലിയായി മാറുന്നത് എല്ലാം വീഡിയോ എടുത്ത് വെറുപ്പിക്കുമോ എന്നുള്ളൊരു ധാരണ ഉണ്ടാവും. പക്ഷേ അതെല്ലാം പൊളിച്ചുകൊണ്ട് നല്ലൊരു ഓഡിയൻസ് ആയിരുന്നു. ചുറ്റും പഴയ ആളുകൾ അവരുടെ ഓർമ്മ പുതുക്കാനും പുതിയ ആളുകൾക്ക് കാണാനൊരു അവസരവും കൂടിയായി. ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലും ഒരു പ്രത്യേകത ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഇടയ്ക്ക് എനിക്ക് കിട്ടിയത് മണിച്ചിത്രത്താഴ് കണ്ടോ. അതിൽ ഞങ്ങളുടെ തൊട്ട് പുറകിലിരിക്കുന്ന ചേച്ചിമാരടക്കം വളരെ എൻജോയ് ചെയ്ത് ആ ഡയലോഗ്സ് റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് അതായത് നമുക്ക് ഈച്ച് ആൻഡ് ഡയലോഗും അടുത്ത സീൻ എങ്ങനെ വരും, അതിൻ്റെ ഭാവം എങ്ങനെ മാറുന്നു വ്യക്തമായി അറിയാം. കാരണം അത്രയും തവണ ഈ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ വളരെ ഒരു അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും മിസ് ചെയ്യാതെ പോയി കാണുക. പുതിയ സിനിമകൾക്കിടയിൽ അത് ഇത് കണ്ടതല്ല എന്നുള്ള രീതി വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വൻ നഷ്ടമായിരിക്കും. പോയി കാണുക. ഓർമ്മകൾ നമ്മുടെ തെക്കിനിയിലോട്ട് പോയിട്ട് വരാം.